1997 കാർ എന്ന് പറയുന്ന ചലച്ചിത്രം ശ്രീ രാജസേനൻ ഡയറക്റ്റ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. ഒരു ചെറുപ്പക്കാരൻ ജയറാം ജനാർദ്ദനേട്ടനൊക്കെയാണ് പ്രധാന ലീഡിങ് റോള്. ശ്രീലക്ഷ്മിയാണ് നായിക. അത്യാവശ്യം ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിരുന്നു. ഒരു ചെറുപ്പക്കാരന് ജയറാമിന് കാറ് സമ്മാനമായിട്ട് ലഭിക്കുന്നിടത്താണ് ഈ കഥ തുടങ്ങുന്നത്. അതുണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് പിന്നീട് വരുന്നത് മുഴുവൻ. ഈ കാറിൻ്റെ അതേ നമ്പറിലുള്ള ഒരു കാറ്, സെയിം കളറിലുള്ള ഒരു കാറ് ഒരു സ്ത്രീയെ ശല്യം ചെയ്യുന്നു, അത് കേസാവുന്നു, ഒരു അപകടത്തിൽപ്പെടുന്നു. പിന്നെ ഇവരെ പോലീസ് ചേസ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഒരുപാട് തന്ത്രപ്പാടുകളാണ് പടത്തിൽ ഇങ്ങനെ ഉടനീളം വരുന്നത്. ഒരു വൈക്കോൽ കൂനയ്ക്കകത്ത് കൊണ്ട് ഒളിച്ചിടുന്നു, അത് മറ്റുള്ളവർ കണ്ടെത്തുന്നു. അപ്പോൾ ഒരു പ്രേതബാധ കൂടിയ കാറാണ്, അത് തനിയെ അതിനകത്ത് കയറിയതാണെന്ന് ചിലർ പറയുന്നു. ക്രമേണ ഈ കാറിനെക്കുറിച്ച് പലതരം കഥകൾ പറഞ്ഞ് പ്രചരിക്കുന്നു. ആളില്ലാതെ വണ്ടി ഓടിയെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം ഈ കാറ് തനിയെ ഓടുന്നതായിട്ടൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറി ഇരിപ്പുണ്ടായിരുന്നു, തള്ളി വിട്ടു. ശരിക്കും ആ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മുടെ ഈ വെഞ്ഞാറമൂടിനടുത്താണ് അത് ഷൂട്ട് ചെയ്തത്. ആൾക്കാർ അന്ന് ഷൂട്ടിംഗ് കാണാനായിട്ട്, ജയറാമിനെ കാണാനായിട്ട് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കൂടിയിട്ടുണ്ട്. വണ്ടി നിയന്ത്രണം വിട്ട് ഇതിനകത്ത് ഒളിച്ചിരുന്ന ആളിന് കറക്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ എന്തോ വന്ന് വണ്ടി അങ്ങ് പോയി. ഒരു വലിയ അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് അത് രക്ഷപ്പെട്ടത്. ആൾക്കാരൊക്കെ ഓടി മാറി ചെന്ന് പിന്നെ തട്ടി നിന്നു ഒക്കെ ചെയ്തു. അവസാനം അതൊരു വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ട ഒരു സംഭവം അങ്ങനെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ കാറ് പിന്നെ അവസാനം ശല്യം സഹിക്കുക വയ്യാതെ ഒരു കൊക്കയിലേക്ക് മറിച്ചിടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഏകദേശം സമാനമായിട്ടുള്ള, അന്ന് എസ്റ്റീമൊക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പഴയ വണ്ടി കിട്ടുകയൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു വണ്ടി വാങ്ങിച്ച് ഇതിൻ്റെ ഷേപ്പിലേക്കൊക്കെ കൊണ്ടുവന്ന്, എഞ്ചിനൊന്നും വേണ്ടല്ലോ, ഡമ്മി മറിച്ചിടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ അതിനെ ആൾട്ടർ ചെയ്ത് ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് അത് വണ്ടി മറിച്ചിടുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പടമെല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞു. ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്, എല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിങ്ങും ഡബ്ബിങ്ങും റീ റെക്കോർഡിങ് കഴിഞ്ഞ് ഫസ്റ്റ് പ്രിൻറ്റുമായിട്ട് ഈ വാഹനത്തിൽ തന്നെയാണ്, ഈ കാറിൽ തന്നെയാണ് ചെന്നൈയിൽ നിന്ന് ഫസ്റ്റ് ബോക്സുമായിട്ട് വരികയാണ്. അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സന്തോഷുണ്ട്, പ്രൊഡ്യൂസർ അജിത്തുണ്ട്, ഒരു സുജിത്തുണ്ട്. ഇത് ഒരു വലിയ ആക്സിഡൻറ്റിൽ പെടുന്നു. ആ സ്പോട്ടിൽ തന്നെ പ്രൊഡ്യൂസറും അസോസിയേറ്റ് ഡയറക്ടറും മരിക്കുന്നു. സുജിത്തിന് ഗുരുതരമായ പരിക്കുകൾ പറ്റി, എങ്കിലും അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു വലിയ ഒരു ട്രാജിക് എൻഡായ ഒരു സിനിമയായിരുന്നു കാറ്. 1994 ഭരണകൂടം എന്ന് പറയുന്ന സിനിമ സുനിൽ ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരു ബാബു ആൻ്റണി ചിത്രമായിരുന്നു. നരേന്ദ്രപ്രസാദ്, സുകുമാരേട്ടൻ, സോമൻ, വിജയരാഘവൻ ഒക്കെ ഉള്ള ഒരു വലിയ ഒരു താരനിരയുള്ള ഒരു ചിത്രമായിരുന്നു. കോഴിക്കോടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഇതിൽ ഒരു അധോലോകവും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു ബന്ധവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സംഘർഷം നിറഞ്ഞ ഒരു സിനിമയായിരുന്നു. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാതെ എതിർത്തതിൻ്റെ പേരിൽ അതിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശരിക്കും സോമേട്ടനാണ് മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചത്. അദ്ദേഹത്തെ വകവരുത്താനായിട്ട് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ആ ക്യാരക്ടർ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വാടക കൊലയാളിയെ സമീപിച്ച് ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഏർപ്പാട് ചെയ്യുന്നു. അപ്പോൾ ഒരു മഹാസമ്മേളനം കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ചിട്ടാണ് ആ സമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഒരു സമ്മേളനം. വലിയ ക്രൗഡുണ്ട്, ഒരു വലിയ സ്റ്റേജിൽ ഒരുപാട് മന്ത്രിമാരും ഒക്കെ ആയിട്ടുള്ള ഒരു വേദിയാണത്. അവിടെയാണ് പ്രസംഗത്തിനിടയിൽ ഇദ്ദേഹത്തെ കൊല്ലേണ്ടത്. അപ്പോൾ ഈ കൊലയാളി ഈ ക്രൗഡിൻ്റെ ഇടയിലൂടെ വരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കരുതിയത്, ഡയറക്ടർ പറഞ്ഞത് അതൊരു വീഡിയോ ക്യാമറയായിരിക്കണം. ഇയാളെ വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വരുന്നതിനിടയിൽ ക്യാമറയുടെ ലെൻസ് ഉയരുകയും ഇയാൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും ലെൻസ് ഉയരുകയും അതിനുള്ളിൽ നിന്ന് ഈ റിവോൾവറിൻ്റെ ടിപ്പ് പുറത്തേക്ക് വരുന്നു, അവിടെ നിന്ന് ഫയറാവുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലത്ത് ശരിക്കും ഒരു വീഡിയോ ക്യാമറ പഴയത് കിട്ടുക എളുപ്പമല്ല. പഴയത് കിട്ടിയാലേ അത് പൊളിച്ചിട്ട് നമുക്ക്
അതിനുള്ളിൽ ഇത്തരം രീതിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അവസാനം എപ്പോഴും സിനിമയിൽ സംഭവിക്കുന്നതാണ്, ഒരുപാട് നേരത്തെ ശ്രമിച്ചിരുന്നാലും ഏറ്റവും അവസാനം സമയത്തായിരിക്കും ഇതെല്ലാം വന്നു ചേരുക. തലേ ദിവസം ഒരു ക്യാമറ കിട്ടി, അതിനെ പൊളിച്ചു. ബാക്കി ഇതൊന്നും വേറെ പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ടെക്നീഷ്യൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്കിത് ബോധ്യപ്പെടുന്ന കാര്യമല്ല. അപ്പം നമ്മൾ നേരത്തെ ഒന്ന് കൺസീവ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രാക്ടിക്കലായിട്ട് നടക്കുക. അങ്ങനെ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു റിവോൾവറിൻ്റെ ഒരു ടിപ്പൊക്കെ അല്ലെങ്കിൽ ഒരു കുഴൽ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു. ഇത് കിട്ടുന്ന സമയത്ത് അത് പൊളിക്കുന്നു. അപ്പോൾ പൊളിക്കുമ്പോഴാണ് ഇതിനകത്ത് മുഴുവൻ ഉപകരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഇടമൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ ഉണ്ടാക്കി എല്ലാം ചെയ്ത് ബാക്കി കുറേയൊക്കെ തെർമോക്കോൾ കൊണ്ടൊക്കെ പാക്ക് ചെയ്തു. ഒരു സ്പ്രിങ്ങിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഫോക്കസിലേക്ക് ഒരു വേറൊരു ബട്ടൺ അഡീഷണലായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചു. അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്പ്രിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഈ പിസ്റ്റൻ്റെ ടിപ്പ് പുറത്തേക്ക് വരുന്നു. അതിന് മുമ്പ് ഗ്ലാസ് ഉയരുന്നു. അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അതെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചു. ടെസ്റ്റ് നമ്മൾ നോക്കി, എല്ലാം ഓക്കെയാണ്. ഷൂട്ടിംഗ് സമയത്ത് ഇയാൾ ഈ വില്ലൻ്റെ അടുത്ത് കൊടുത്തു. അയാൾ എവിടെയൊക്കെ ഇട്ട് എന്തൊക്കെ ചെയ്തിട്ട് സമയമായപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും ക്രൗഡ് എല്ലാം ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത്. പെട്ടെന്ന് ആകെ ബുദ്ധിമുട്ടായി. ഇത് വേറെ ഡയറക്ടറൊന്നും അറിഞ്ഞിട്ടില്ല. ഇയാളാണ് വന്ന് പറയുന്നത്, സാറേ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പറയുന്നത്. പെട്ടെന്ന് ആകെ ഒരു അങ്കലാപ്പായി. ഇത് അഴിച്ചു നോക്കുമ്പോഴത്തേക്കും ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറഞ്ഞിട്ട് അത് അങ്ങ് ലൂസായി. ഇത് വർക്ക് ചെയ്യുന്നില്ല, സ്പ്രിങ് വർക്ക് ചെയ്യുന്നില്ല. പെട്ടെന്നൊരു സ്പ്രിങ് ഇത് എവിടെ പോവും, അത് പോയി മേടിക്കുന്നതിന് സമയം ഏത് സ്ഥലത്തെ ലഭിക്കും, ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ചിലരെ ഞാൻ എൻ്റെ സഹായികളെ വിട്ടു, ഇങ്ങനെ ഒരു സ്പ്രിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ഇങ്ങനെ ഒന്ന് ചുറ്റുവട്ടത്തെ അന്വേഷിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒന്ന് കണ്ണിൽ പെട്ടാൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോഴാണ് ഒരാളൊരു ഇലാസ്റ്റിക് ഉള്ള ഒരു തൊപ്പി വെച്ചിരിക്കുന്നു. പെട്ടെന്ന് അയാളുടെ അടുത്ത് ആ തൊപ്പി ആവശ്യപ്പെട്ടു. അതിൽ നിന്ന് കീറിയിട്ട് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഓരോ നാര് എടുത്തിട്ട് അത് ഈ സ്പ്രിങ്ങിന് പകരം കെട്ടി വെച്ചിട്ട് അത് അടച്ച് സമയത്ത് കൃത്യമായി തന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ സിനിമയിൽ അനവധിയാണ്. കാരണം സ്പോട്ടിലായിരിക്കും അത് വർക്ക് ചെയ്യാതാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വരിക. ഇതിന് സമാനമായിട്ട് മുമ്പ് ഈ അട്ടപ്പാടിയിലൊരു അഹാഡിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഈ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടൊരു പുനരധിവാസ പദ്ധതി. അപ്പോൾ അത് ഈ ഒരു വലിയ മിനിയേച്ചർ 30 മീറ്റർ 20 മീറ്റർ വരുന്ന ഒരു വലിയ മിനിയേച്ചർ, ഇതിൻ്റെ പ്ലാനും മോഡൽ ഡിസൈനൊക്കെ ഈ കോസ്ഫോർഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിയേച്ചർ ചെയ്യാൻ എന്നെ ചുമതലപ്പെടുത്തി. രാഷ്ട്രപതി കെ.ആർ. നാരായണനാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഒരു മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ വർക്ക് തുടങ്ങി. അതിൻ്റെ കറക്റ്റ് ലാൻഡ്സ്കേപ്പ്, കുന്നും താഴ്വരകളും ഒക്കെ ചെയ്തു. കൃത്രിമമായിട്ട് അതിൽ മരങ്ങൾ പിടിപ്പിച്ചു, വീടുകൾ വെച്ചു. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകൾ. എന്നിട്ട് ഇതിൻ്റെ ഇടയിലെ ആൾക്കാർ, കോഴി, ആട്, പശു, ഇലക്ട്രിക് ലൈറ്റുകൾ, ഇതെല്ലാം ഒരു പൂർത്തിയായി വരുമ്പോൾ ആ വില്ലേജ് എങ്ങനെ ഇരിക്കും ആ രീതിയിലേക്ക് ഇത് ചെയ്ത് പൂർത്തിയാക്കി. കുറച്ച് ദിവസത്തെ നല്ല ശ്രമം ഉണ്ടായിരുന്നു. വളരെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു വർക്കായിരുന്നു. അപ്പോൾ രാഷ്ട്രപതിയാണ് ഇത് അനാച്ഛാദനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സൈഡിലും വലിയ കർട്ടൻ ഇട്ടിട്ട് ഇത് രാഷ്ട്രപതി അവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഈ കർട്ടൻ സൈഡിലേക്ക് ഇങ്ങനെ മാറുന്നു. ഇത് റിവീൽ ചെയ്തിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് പ്ലാൻ ചെയ്തത്. തലേ ദിവസം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും രാഷ്ട്രപതി വരുന്നത് കൊണ്ട് തന്നെ ഇതിനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഇലക്ട്രിസിറ്റി വിങ് ഉണ്ട്, PWD ഉണ്ട്. എല്ലാവരും അവരവരുടേതായ പാർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ വിങ് വന്നു. അവർ മോട്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കർട്ടൻ നീങ്ങുന്നതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു. ഓൺ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് അവരുദ്ദേശിച്ച പോലെ അത് നടക്കുന്നില്ല. അത് പ്രശ്നമായി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുന്നു, നടക്കുന്നില്ല. ഇതിനിടയ്ക്ക് വേറെ മോട്ടോർ വാങ്ങാനായിട്ട് ആളെ വിട്ടിരിക്കുന്നു. അവർ പോയി. ഇവരുടെ ഒരു ടെൻഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ സിനിമാക്കാർ ചെയ്യുന്ന ഏറ്റവും ഒരു തട്ടിപ്പുണ്ട്, വളരെ നിസ്സാര തന്ത്രമാണ്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം.
അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും വേറെ ഒന്നുമില്ല, ഏറ്റവും സിമ്പിളാണ്. ഈ പിന്നെ ചതുരമായിട്ടുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള 2 കോർണറിലും 2 അസിസ്റ്റൻസിനെ ഇരുത്തുന്നു. അവരെ കാണാത്ത രീതിയിലൊന്ന് ഹൈഡ് ചെയ്തിരുത്തുന്നു. ഇവർ അവിടെ രാഷ്ട്രപതി സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവർ പതുക്കെ ഈ കപ്പി വഴി ഇതിൻ്റെ കർട്ടൻ്റെ ഒരു ഇത് വലിക്കുന്നു. ഇതിങ്ങനെ നീങ്ങിപ്പോകുന്നു. സിമ്പിളായിരിക്കും, വേറെ ജെർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത് അസലായിട്ട് നമ്മുടെ അസിസ്റ്റൻസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊരു ചീറ്റിംഗ് ആണ്, അത് പറ്റില്ല, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർ വീണ്ടും ശ്രമിച്ചു. വീണ്ടും വേറെ ഏതൊക്കെ മോട്ടർ കൊണ്ടുവരുന്നു, എല്ലാം പ്രശ്നമായി. അവസാനം ഈ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. സമയത്തിന് ഈ രാഷ്ട്രപതി ഇതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. എൻ്റെ അസിസ്റ്റൻസ് അവിടെ ഒരു ചെറിയൊരു കുഴി എടുത്തിരുന്നു, കുഴിക്കകത്ത് ഇവരിയ്ക്കുന്നു. അതിനെ മറഞ്ഞ ചില ആൾക്കാരെ നമ്മൾ നേരത്തെ തന്നെ വോളണ്ടിയർ പോലെ നിർത്തിയിരുന്നു. ഇവർ ചെയ്യുന്നു. വളരെ സ്മൂത്തായിട്ടത് സോൾവ് ചെയ്യാൻ പറ്റി. ഇത് സിനിമയിൽ മാത്രം നടക്കുന്ന ഒരു തട്ടിപ്പെന്നോ അല്ലെങ്കിൽ ഒരു തന്ത്രമെന്നോ ഒക്കെ പറയാവുന്നതാണ്. ഇതിന് സമാനമായി വേറൊരു സംഭവം എന്ന് പറയാവുന്നത് മഹാസമുദ്രം ത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ ജനാർദ്ദൻ ചെയ്ത ആദ്യത്തെ ഒരു ടെലിഫിലിമുണ്ട്. ഇത് ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ വെച്ചാണ് അത് ഷൂട്ട് ചെയ്തത്. ഞാനായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ടെലിഫിലിമൊക്കെ നമുക്കറിയാമല്ലോ, ഒരു ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെയ്യുന്നൊരു വർക്കായിരിക്കും. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ക്രെയിനും ട്രോളിയും ഒക്കെ പാക്കപ്പ് ചെയ്ത് വിട്ടു. അടുത്ത് നിന്നാൽ വീണ്ടും ബാറ്റ കൂടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പാക്കപ്പ് ചെയ്ത് വിട്ടത്. രാത്രി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിനൊരു ട്രോളി ഷോട്ട് എടുക്കണം, റൗണ്ട് ട്രോളിയിൽ ഷോട്ട് എടുക്കണം. ഇത് നേരത്തെ തന്നെ ഇദ്ദേഹം കൺസീവ് ചെയ്തിരുന്നതാണ്. പക്ഷേ അത് എന്തോ മറന്നു പോവുകയോ എന്തോ ചെയ്തുകൊണ്ടാണ് അത് പിന്നീട് ആലോചിച്ചപ്പോഴത്തേക്കും ഈ വണ്ടിയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞു. ഈ ട്രോളിയുടെയും ക്രെയിൻ്റെയൊക്കെ വണ്ടി പോയി കഴിഞ്ഞു. അപ്പോൾ ക്യാമറാമാനോട് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ രക്ഷയില്ല. അപ്പോൾ കയ്യിലൂടെ എടുത്ത് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും നടക്കില്ല, അത് ജെർക്ക് ചെയ്യും, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നടന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടുപേരും ഇരിക്കുന്നു, രാത്രിയാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇരുട്ടാണ്, ഡാർക്കാണ്. അപ്പോൾ ഇവരുടെ ചുറ്റും ക്യാമറ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യണം, ഇത്രേ വേണ്ടൂ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആ പരിസരത്ത് മുഴുവൻ എന്തെങ്കിലും കണ്ണിൽ പെടുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ആ പരിസരത്ത് കൂടെ നടന്നപ്പോൾ ഉണ്ട്. അത് ഒരു കല്യാണ മണ്ഡപം കൂടിയാണ്, ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ ഇപ്പോൾ കല്യാണ മണ്ഡപമായിട്ടാണ് അത് നടത്തുന്നത്. നോക്കിയപ്പോൾ ഉണ്ട് ഒരു മുറിക്കകത്ത് നിറച്ച് വാർപ്പ്, ഉരുളി, കുട്ടുവം ഒക്കെ ഇങ്ങനെ വലിയ പാത്രങ്ങളിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരാശയം തോന്നി, ഈ ഉരുളിയുടെ പുറത്ത് പലകയിട്ടിട്ട് രണ്ടുപേരെയും 2 സ്റ്റൂളിലോ എന്തെങ്കിലും ഇരുത്തുന്നു. എന്നിട്ട് റൗണ്ട് ട്രോളിക്ക് പകരം ക്യാമറ സ്റ്റഡി ആവുന്നു, ഈ ഉരുളി പതുക്കെ മെല്ലെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ആദ്യമേ നിലത്തൊഴിച്ചു. അപ്പോൾ കുറേ കൂടി ഫ്ലെക്സിബിളായിട്ട് വളരെ സ്മൂത്തായിട്ട് ഇത് ചലിക്കുകയും ചെയ്യും. ഷോട്ട് എടുത്തു, തിരിച്ച് നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഒരു റൗണ്ട് ട്രോളിയിൽ എടുത്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഷൂട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ അത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾ അല്ലെങ്കിൽ ചില സൂത്രപ്പണികൾ സിനിമയിൽ ധാരാളമായിട്ട് സംഭവിക്കാറുണ്ട്. മിക്കവാറും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏത് സിനിമയിലും അത്തരം ഒരു സാഹചര്യം വരാറുമുണ്ട്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. വളരെ യാദൃച്ഛികമായിട്ടാണ് ബനാറസ് എന്ന സിനിമ ഉണ്ടാകുന്നത്. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ പരിചയപ്പെട്ട MR നായർ എന്ന് പറയുന്ന ബോംബെയിലുള്ള ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം യാദൃച്ഛികമായിട്ട് പരിചയപ്പെടുന്നു. ഒരു മെഗാ സീരിയലിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് സീരിയലിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിലൊരു സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹം അപ്പോൾ സിനിമ ഒരുപാട് ബഡ്ജറ്റാവും, അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ എന്നാൽ ആകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ബനാറസ്. ബനാറസിലെ വാരണാസിയിൽ അദ്ദേഹം ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്, ബോംബെയിലുണ്ട്, ബിസിനസ്സുകാരനാണ്. അങ്ങനെ കഥയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയൊരു സബ്ജക്റ്റാണ് ഹരിചന്ദ്രൻ്റെ കഥ. സത്യസന്ധനായി ജീവിച്ചതുകൊണ്ട് ജീവിതം മുഴുവൻ ഹോമിക്കപ്പെട്ട് ഗംഗയുടെ തീരത്ത് ഹരിചന്ദ്ര ഘാട്ടിൽ അലയേണ്ടി വന്ന ഒരു മഹാരാജാവിൻ്റെ, അയോധ്യാധിപതിയായ മഹാരാജാവിൻ്റെ കഥയാണ് അദ്ദേഹം മെഗാ സീരിയൽ രൂപത്തിൽ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്.
അപ്പോൾ അത്തരം ഒരു ഹരിശ്ചന്ദ്രൻ അല്ലെങ്കിൽ ഒരു സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ ഒരു കഥ ആയിട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു സമകാലികമായ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു ഈ വിനീതിലൂടെ ഈ ഒരു ലവ് സ്റ്റോറിയായിട്ട് ബനാറസിലൂടെ പറഞ്ഞു വെച്ചത്. അവിടെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങളെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മണികർണിക ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു വളരെ അമ്പലങ്ങളുടെയൊക്കെ ഒരു പരിസരമാണെന്ന് തോന്നും. ഇഷ്ടംപോലെ വിറകുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, ലോറി കണക്കിന് വിറകുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ശവങ്ങളിങ്ങനെ ഘോഷയാത്രയായി വരുന്നു, വന്ന് അവിടെ കത്തിക്കുന്നു, പകുതി കത്തിയ ശവങ്ങളെ എടുത്ത് കുത്തി ഗംഗയിലേക്കിടുന്നു. ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട കാഴ്ചകളാണ്. അവിടെ ഒരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ അവർ അനുവദിക്കാറില്ല. പക്ഷേ പ്രൊഡ്യൂസറുടെ കെയർ ഓഫിലെ ഒരു ഗ്യാനി എന്ന് പറയുന്ന ഒരു കക്ഷി, അത് അയാൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണ്ടയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അയാൾ ഗുണ്ടയാണെന്ന് തോന്നില്ല. വളരെ സുമുഖനായ ഒരു മെലിഞ്ഞ് നീണ്ട ഒരു വ്യക്തി, വെള്ളയുമാണ് അയാൾ ഇടുന്നത്. കുർത്തയൊക്കെ ഇട്ട് വരുന്ന കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു ശാന്ത സ്വഭാവമുള്ളതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അയാൾ അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയാണ്. ഇയാളെയാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇയാളുടെ തല എവിടെ കണ്ടിരുന്നാലും വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് എതിർക്കാൻ വരുന്നവർ പിന്നെ ആ ഭാഗത്ത് കാണുകയില്ല. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഗംഗയുടെ തീരത്തെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റി. അതിൽ മൈസൂർ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളുടെയും ഗസ്റ്റ് ഹൗസുകൾ ഇതിൻ്റെ സമീപത്തായിട്ടുണ്ട്. അതിൽ മൈസൂർ ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ ഞങ്ങളൊരു ആശ്രമം പോലെ, അത് വേണുചേട്ടനാണ്, നെടുമുടി വേണുവാണ് ആ ക്യാരക്ടർ, ഗുരുജിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ട കാഴ്ച ശരിക്കും ഒരു ശവത്തെ അനാഥമാണോ അതല്ല വേറെ ഏതെങ്കിലും തരത്തിൽ മരിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല. ഗംഗയുടെ തീരത്ത് കൊണ്ട് ഒരാളെ കിടത്തുന്നു, ഇയാളുടെ കാലിൽ കയറുകൊണ്ട് കെട്ടുന്നു, എന്നിട്ട് വള്ളം തുഴഞ്ഞ് ഇതിനെയും വലിച്ചുകൊണ്ട് ഗംഗയുടെ നടുക്ക് പോകുന്നു, ഈ കയറ് ഗംഗയിലേക്ക് വിടുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് പോലീസോ ഒന്നും അതിനകത്ത് ഇടപെടുന്നില്ല. ആരെ തല്ലിക്കൊണ്ട് കൊന്നതാണ് ഒന്നും നമുക്ക് അറിയില്ല, ആർക്കും അറിയില്ല, ആരും അന്വേഷിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടു. പിന്നീട് കണ്ടത് അതേ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് മറ്റൊരു ദിവസം കാണുന്ന ഒരു കൊച്ചു കുട്ടി. ആ കുട്ടി മരിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ പുറത്തൊരു വലിയ ഒരു കല്ല് വെക്കുന്നു, കല്ലിൻ്റെ പുറത്ത് കുട്ടിയെ കിടത്തുന്നു, എന്നിട്ട് ഈ കുട്ടിയെയും കല്ലും എല്ലാം കൂടെ ചേർത്ത് പൊതിഞ്ഞിട്ട് ഇത് നല്ല ഭാരമുണ്ട്, അപ്പോൾ അതിനെടുത്ത് മടിയിൽ വെക്കുന്നു. വെച്ചിട്ട് ഈ വള്ളത്തിൽ തുഴഞ്ഞ് ഗംഗയുടെ നടുക്കേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇത് ഗംഗയിലേക്ക് നിക്ഷേപിക്കുന്നു. ഇത്തരം കാഴ്ചകൾ അവിടെ അപൂർവമല്ല. ചിലപ്പോൾ ചില ശവങ്ങളുടെ പുറത്ത് കാക്ക കൊത്തി ഇങ്ങനെ ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. പക്ഷേ അവിടുത്തെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടുത്തെ കെട്ടിടങ്ങൾ ഇപ്പോൾ ഹരിശ്ചന്ദ്ര ഘാട്ടിൽ ഉള്ള കാഴ്ചയല്ല ശരിക്കും അടുത്ത തുളസീദാസ് ഘാട്ട്. അവിടെ കുറേക്കൂടെ മാറി വരുന്നുണ്ട്. തുളസീദാസ് ഘാട്ടുണ്ട്, അതിൻ്റെ സമീപത്താണ് ഝാൻസി റാണിയുടെ ഒരു സ്മാരകമുള്ളത്. സ്മാരകമൊന്നുമില്ല, ഒരു ശിലാഫലകം മാത്രമാണ്. അവിടെ പണ്ട് അവർ താമസിച്ചിരുന്ന വീട് എന്ന് പറയപ്പെടുന്നു. ഈ തുളസീദാസ് ഘാട്ടിൻ്റെ തൊട്ട് താഴെയാണ്, തൊട്ട് പിറകിലാണ്. അതിൻ്റെ അടുത്താണ് ഈ സൂര്യപുഷ്കരണി എന്ന് പറയുന്ന ഒരു ക്ഷേത്രവും അതിൻ്റെ ഒരു കിണറുമുണ്ട്. നല്ല വിഷ്വലാണ്. അതിൻ്റെ 3 സൈഡിലൊരു കിണറാണ്, ശരിക്കും ചതുരത്തിലുള്ള ഒരു കിണറാണ്, ആഴത്തിലുള്ള ഒരു കിണറാണ്. ഇതിൻ്റെ 3 സൈഡിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി അകത്തേക്ക് വരാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അമ്പലം ഈ കിണറും എല്ലാം കൂടെ ചേർത്ത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് ചിത്രത്തിലുണ്ട്. അങ്ങനെ അവിടുന്ന് പെർമിഷനൊക്കെ എടുത്ത് അപ്പോൾ ഷൂട്ടിങ്ങിന് വരാനായിട്ട് അവിടെ പ്രത്യേകിച്ച് എന്ന് പോയിരുന്നാലും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ഷൂട്ടിങ്ങിനായിട്ട് പോകുന്ന ദിവസം ഞങ്ങൾ ക്യാമറയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ, ആർട്ടിസ്റ്റുമായിട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു പ്രളയം കഴിഞ്ഞ ഒരവസ്ഥയാണ്. അവിടെ മുഴുവൻ നനഞ്ഞ്, ആ അമ്പല പരിസരവും നനഞ്ഞ്, ഈ തുണികൾ മുഴുവൻ കിടക്കുന്നു, പെണ്ണുങ്ങളുടെ വളകൾ കിടക്കുന്നു, പലതരം ഡ്രസ്സുകൾ എല്ലാം നനഞ്ഞ് ഒരു പ്രളയം ഉണ്ടായിട്ട് ഉള്ള ഒരു അവസ്ഥയിൽ കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് തലേ ദിവസമായിരുന്നു അവിടുത്തെ ഉത്സവം. അവിടുത്തെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത് ഈ വിശ്വാസികൾ അവിടെ വന്നിട്ട് ഈ ഇടുന്ന വസ്ത്രത്തോടുകൂടി തന്നെ ഈ കുളത്തിലേക്ക് ഈ കിണറിലേക്ക് ഇറങ്ങി കുളിച്ചിട്ട് മുങ്ങിയിട്ട് തിരിച്ച് കയറി അവരിട്ടുകൊണ്ട് വരുന്ന സർവ്വ ഡ്രസ്സും ഈ ആഭരണങ്ങളും, ഗോൾഡൊന്നും ഉണ്ടാവില്ല, അല്ലാതുള്ള ആഭരണങ്ങളും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട്
അവർ കൊണ്ടുവരുന്ന വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഡ്രസ്സാണ് ഒരു തരം പ്രളയം വന്നത് മാതിരി അവിടെ മുഴുവൻ ചിന്നിച്ചെതറി കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. പിന്നെ അന്ന് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വേറൊരു ദിവസമാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്തത്. ഈ മണികർണികയിലും അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഈ നമ്മുടെ ക്യാരക്ടർ ഹരിശ്ചന്ദ്രൻ്റെ ചെറിയ ഫ്ലേവറുള്ള ഒരു ക്യാരക്ടറാണ്. അവൻ സത്യമേ പറയുള്ളൂ. സത്യത്തിന് വേണ്ടി ചില നഷ്ടങ്ങൾ അവന് സംഭവിക്കുന്നുണ്ട്. നാട്ടിലൊരു പ്രണയമുണ്ട്, വളരെ സത്യസന്ധമായിട്ട് ഉള്ളൊരു പ്രണയമാണ്. നവ്യ നായരുമാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഊർമിള ഉണ്ണിയാണ് അമ്മ. ദേവേട്ടനാണ് ഈ വിനീതിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ ജഗതി ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ജഗതി ചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടി ഓർക്കാതെ നിവൃത്തിയില്ല. കാരണം അദ്ദേഹം ഞാനുമായിട്ടൊരു ആത്മബന്ധം തന്നെയുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നതിന് റെമൺട്രേഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞതേയില്ല. അദ്ദേഹം പറഞ്ഞു എനിക്കിഷ്ടമുള്ളത് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റെമൺട്രേഷൻ പറഞ്ഞില്ല. അവസാനം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടാ ഇത്രയും ഞാൻ പ്രൊഡ്യൂസറുടെ അടുത്ത് ഇത്രയും പറയട്ടെ? അപ്പോഴും അദ്ദേഹം പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ, അതിൽ കുറയ്ക്കണേ കുറച്ചോളൂ. ഈ അങ്ങനെ പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് ജഗതി ചേട്ടനിലൂടെയാണ്. ജഗതി ചേട്ടൻ ഈ ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ കിടക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ രാജ്മോഹൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, അച്ഛനെ കാണാൻ ഗസ്റ്റുകൾ വരുന്നത് നല്ലതെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് വന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പോയി ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. പോയി അദ്ദേഹത്തിനോട് അപ്പോൾ പറഞ്ഞു, ശരിക്കും ജഗതി ചേട്ടനെ കാണുമ്പോൾ നമുക്കൊന്നും ചോദിക്കാൻ തോന്നില്ല. കാരണം ചേട്ടൻ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുകയാണ്. ഞാനൊരു 2 വർഷമാവും പോയിട്ട്. നോക്കിയിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, മകനും ഒക്കെ പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ സംസാരിച്ചോളൂ കുഴപ്പമില്ല, എന്തെങ്കിലും പറഞ്ഞോളൂ, പഴയ കാര്യം പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ പഴയ സിനിമയുടെ ചില ഇൻസിഡൻറ്റുകൾ, അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ പേര്, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ മാത്രം ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഒരു നിലവിളി പോലെ ഒച്ച ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉയർന്നു കേട്ടു. സത്യത്തിൽ ഞാൻ വല്ലാണ്ട് തകർന്നു പോയി. പിന്നെ എൻ്റെ കയ്യിൽ ചെന്നപ്പോൾ തന്നെ പിടിച്ച പിടി പോരുന്നത് വരെ ആ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ചേട്ടനോട് പറയുന്നത്, ചേട്ടാ ഞാൻ പൊക്കോട്ടെ എന്ന് പറയുമ്പോഴും ചേട്ടൻ വിടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനിങ്ങനെ പോരുകയായിരുന്നു ചെയ്തത്. ശരിക്കും പൂർണ്ണചന്ദ്രൻ്റെ ഈ ബിംബം ഇങ്ങനെ ഗംഗയിലേക്ക് വീണിട്ട് ഈ സ്വർണ്ണ നിഷ്കങ്ങൾ എറിഞ്ഞ മാതിരി ഇങ്ങനെ തിളങ്ങി കിടക്കുന്ന നല്ല മനോഹരമായ വിഷ്വലുകളൊക്കെ ആയിരുന്നു അന്ന് കണ്ടിരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിലാണ് ശരിക്കും ഈ ഒരു തിരമാല പോലെ വന്നിട്ട് ഞങ്ങളുടെ ബോട്ടിനെ വല്ലാണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവറുടെ കയ്യിൽ നിൽക്കുന്നില്ല. എല്ലാവരും ആശങ്കപ്പെട്ടു. ചിലരൊക്കെ ഒരു വേദനയോടുകൂടിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി.